സങ്കടകരമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കുഞ്ഞിനെ കാണാതായ വാർത്ത നൽകിയിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ കിണറ്റിൽ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് കാണാതായത്. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ഫയർഫോഴ്സിന്റെ പരിശോധനയിലാണോ ഈ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്? ഉമേഷ്, ഫയർഫോഴ്സ് എത്തി പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടി മരിച്ച നിലയിലായിരുന്നു, പുറത്തെടുക്കുമ്പോൾ തന്നെ മരിച്ച നിലയിലായിരുന്നു. ഒരുപക്ഷെ കുട്ടി അമ്മ എണീറ്റ് പോയതിനു ശേഷം കുട്ടി എണീറ്റ് പോയി അവസ്ഥയിലെങ്ങാനും കിടച്ചു വീണതാകാൻ എന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വളരെ വിഷമകരമായ വാർത്തയാണ്. ദേവേന്ദു, 2 വയസ്സുകാരി ദേവേന്ദു, ഉമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങിയിരുന്ന ദേവേന്ദു ഇടയ്ക്ക് അമ്മ ഒന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് കാണാതായി, കിടന്ന സ്ഥലത്ത് കാണാതായി. പിന്നീട് നടത്തിയ വലിയ പോലീസിനെ അറിയിക്കുകയും പോലീസും നാട്ടുകാരും പ്രദേശത്തെല്ലാം പരിശോധന നടത്തി. ഇതിനിടയിലാണ് ഈ കിണറ്റിലേക്കെങ്ങാനും അകപ്പെട്ടു പോയോ എന്നൊരു സംശയം ഫയർഫോഴ്സും പോലീസും തന്നെ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് എത്തി ഈ കിണർ പരിശോധിക്കുന്നത്. കിണർ പരിശോധിച്ചപ്പോഴാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റും. എന്തായാലും വിഷയത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. അത് പോലീസ് പരിശോധിക്കും. എന്തായാലും ഏറ്റവും വിഷമകരമായ കാര്യം, ദേവേന്ദു അല്പം മുൻപ് വരെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കിടന്ന് ഉറങ്ങിയിരുന്ന ദേവേന്ദു ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കിണറ്റിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഒരു വിഷമകരമായ കാര്യം. എന്തായാലും ഏതെങ്കിലും രീതിയിൽ ഈ കിണറിന് നേരത്തെ തന്നെ കൈവരിയുടെ ഭാഗത്തിന് ചില രീതിയിൽ പൊക്കം കുറവായിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. ഒരുപക്ഷെ കുട്ടി അബദ്ധത്തിൽ ആ പരിസരത്തേക്ക് നടന്നുപോയി വീണതാണോ എന്നൊരു സംശയം ഉണ്ട്. ആ ഒരു സംശയമാണ്, പ്രാഥമികമായ ഒരു സംശയമാണുള്ളത്. എന്തായാലും മറ്റു കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വളരെ കുറച്ച് സമയം, അതായത് അമ്മ പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് കുഞ്ഞിനെ കാണാതായത് എന്നാണ് മൊഴി. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, പക്ഷെ അമ്മ പുറത്തേക്ക് പോയപ്പോൾ കുട്ടി പിന്നാലെ എണീറ്റ് അമ്മയെ പിന്തുടർന്ന് പോയതാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും കുട്ടി മരിച്ച നിലയിൽ തന്നെയാണ് കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സങ്കടകരമായ വാർത്തയാണ്. തിരുവനന്തപുരം ബാലരാമപുരത്താണ് കാണാതായ കുരുന്നിനെ ഇപ്പോൾ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയ്ക്കും അച്ഛനും ഒപ്പം ഉറങ്ങിക്കിടന്നതായിരുന്നു കുഞ്ഞ്. അമ്മ രാവിലെ എഴുന്നേറ്റ് വീട്ടുപണികൾക്കായി മാറിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കുഞ്ഞിനെ കാണാതായത്. പരിശോധനകൾ നടന്നു വരികയായിരുന്നു. പോലീസും ഫയർഫോഴ്സ് സംഘവും അവിടെ എത്തി തിരച്ചിൽ നടത്തുമ്പോഴാണ് തൊട്ടടുത്ത കിണറ്റിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെ കുരുന്ന് ഈ കിണറ്റിൽ അകപ്പെട്ടു എന്നുള്ളതടക്കം അറിയേണ്ടതും